പ്രവാസലോകത്തെ വാർത്തകൾ. സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രി ഗാൻ കിം യോങ്ങുമായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പാരീസിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ ഷിപ്പിംഗ് മേഖലയിൽ സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വ്യാപാരവും നിക്ഷേപവും വർദ്ധിപ്പിക്കുന്നതിനായി ഫ്രഞ്ച് നേതാക്കളെയും ബിസിനസ്സുകാരെയും കാണുന്നതിനായി ഗോയൽ സിംഗപ്പൂരിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുകയാണ്. ഷിപ്പിംഗ് മേഖലയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പ്രാധാന്യം നൽകുന്നതായി ഗോയൽ പറഞ്ഞു. ഈ മേഖലയിലെ വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നത് ഇന്ത്യക്ക് നിർണായകമാണ്. ഇത് വ്യാപാരം വർദ്ധിപ്പിക്കാനും ബിസിനസ്സുകൾക്കുള്ള ഗതാഗത ചെലവ് കുറയ്ക്കാനും സഹായിക്കും. ചെങ്കടൽ പ്രതിസന്ധി സമയത്ത് ഇന്ത്യൻ കയറ്റുമതിക്കാർ നിരവധി വെല്ലുവിളികൾ നേരിട്ടു. വിദേശ ഷിപ്പിംഗ് ലൈനുകൾ ചുമത്തിയ ഉയർന്ന നിരക്കുകൾ കാരണം ചരക്ക് നിരക്ക് കുത്തനെ ഉയർന്നു. ഇന്ത്യയുടെ ഷിപ്പിംഗ് മേഖലയുടെ വലിയ സാധ്യതകൾ സാക്ഷാത്കരിക്കുന്നതിന് കേന്ദ്ര ബജറ്റ് ശക്തമായ പ്രചോദനം നൽകിയിട്ടുണ്ട്. ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റ് സെക്യൂരിറ്റികൾ വഴി സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഇന്ത്യയുടെ മാരിടൈം മേഖലയെ പിന്തുണയ്ക്കുന്നതിനായി മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് സ്ഥാപിക്കാൻ ബജറ്റ് നിർദ്ദേശിച്ചു. 2030 ആകുമ്പോഴേക്കും ഷിപ്പിംഗ് മേഖലയിൽ 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം സൃഷ്ടിക്കാനാണ് മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. US വിസ അപേക്ഷകർക്ക് മുന്നറിയിപ്പ്. എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാകുന്നതുവരെ വിസ അനുവദിക്കില്ലെന്ന് ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. US-ലേക്ക് പഠനത്തിനോ ജോലിക്കോ പോകുന്നവർക്ക് വിസ ലഭിക്കണമെങ്കിൽ എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർത്തിയാക്കണം. അല്ലാത്തപക്ഷം വിസ നൽകില്ലെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചു. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. US-ന്റെ ദേശീയ സുരക്ഷയ്ക്കാണ് മുൻഗണനയെന്ന് ഇമിഗ്രേഷൻ വകുപ്പ് അറിയിച്ചു. എല്ലാത്തരം വിസകളും നിയമപാലകർ വിപുലമായി സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. എല്ലാ സുരക്ഷാ പരിശോധനകളും പൂർണ്ണമായും പരിഹരിക്കുന്നതുവരെ വിസ നൽകില്ല. ഭീഷണി ഉയർത്താൻ സാധ്യതയുള്ളവർക്ക് യാത്ര നിരോധിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഗൾഫ് രാജ്യങ്ങളിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു. ബലിപെരുന്നാൾ അവധിക്ക് യാത്ര പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് തിരിച്ചടി. 60% വരെ വർധനവാണ് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. അവധിക്കാലവും പെരുന്നാളും ഒന്നിച്ചു വന്നതോടെ ഇന്ത്യക്കാരടക്കം നിരവധി ആളുകൾ യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. ഇവർക്കെല്ലാം ഇത് തിരിച്ചടിയായി മാറി. UAE നിവാസികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് അറബ് രാജ്യങ്ങളും ഈജിപ്തുമാണ്. കൂടാതെ UAE-യിൽ താമസിക്കുന്ന സിറിയക്കാർ ഈദ് ആഘോഷിക്കാൻ നാട്ടിലേക്ക് മടങ്ങുന്നതോടെ സിറിയയിലും സഞ്ചാരികളുടെ എണ്ണം കുതിച്ചുയരും. ഒപ്പം തന്നെ ലെബനനും പ്രിയപ്പെട്ട സ്ഥലമായി മാറുന്നു. അതേസമയം ഹജ്ജ്, ഉംറ തീർത്ഥാടനം കാരണം സൗദി അറേബ്യയിലും തിരക്ക് വർദ്ധിക്കുന്നു. അതേസമയം കുത്തനെയുള്ള വിലക്കയറ്റം ഒഴിവാക്കാൻ 40 മുതൽ 45 ദിവസം വരെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് ഇപ്പോഴുള്ള നിരക്കിന്റെ പകുതി മാത്രമേ നൽകേണ്ടി വരുന്നുള്ളൂവെന്ന് ട്രാവൽ ഏജന്റുമാർ പറയുന്നു. അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്ക് പലപ്പോഴും ഉയർന്ന നിരക്കുകൾ നേരിടേണ്ടി വരുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിലെ താമസക്കാരുടെ ജനന മരണ രജിസ്ട്രേഷനുകളിൽ സുപ്രധാന മാറ്റം. ഇനി എമിറേറ്റ്സ് ഹെൽത്ത് സർവീസുകളിലൂടെയാകും ജനന മരണ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാകുക. UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയമാണ് ഈ സേവനങ്ങൾ അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നീ വടക്കൻ എമിറേറ്റുകളിലെ പൊതുജനാരോഗ്യ സംവിധാനം എമിറേറ്റ്സ് ഹെൽത്ത് സർവീസാണ് കൈകാര്യം ചെയ്യുന്നത്. അബുദാബിയിലും ദുബായിലും അതത് പ്രാദേശിക ആരോഗ്യ അതോറിറ്റികളായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്തും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുമാണ് ഈ സേവനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. മന്ത്രാലയം മുമ്പ് നൽകിയിരുന്ന ജനന മരണ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഇപ്പോൾ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസിന് കീഴിലാണ്. എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് വെബ്സൈറ്റിൽ പറയുന്നത് പബ്ലിക് ഹെൽത്ത് സർവീസസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജനന മരണ സർട്ടിഫിക്കറ്റുകൾ എടുക്കാൻ അപേക്ഷിക്കുന്നവർക്ക് UAE പാസ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണെന്നാണ്. കൂടാതെ എമിറേറ്റ്സ് ഹെൽത്ത് സർവീസ് മറ്റു പല സേവനങ്ങളും നൽകുന്നുണ്ട്. നഷ്ടപ്പെട്ട ജനന അല്ലെങ്കിൽ മരണ സർട്ടിഫിക്കറ്റിന് പകരം പുതിയത് നൽകൽ, സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നൽകൽ, ജനന സർട്ടിഫിക്കറ്റിലെ വിവരങ്ങൾ മാറ്റം വരുത്തൽ തുടങ്ങിയവയാണ് ഈ സേവനങ്ങൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഒമാനിൽ സ്വദേശീവൽക്കരണം പാലിക്കാത്ത കമ്പനികൾക്ക് കരാർ ലഭിക്കില്ല. നടപടികൾ ശക്തമാക്കി തൊഴിൽ മന്ത്രാലയം.
സ്വദേശിവൽക്കരണം പാലിക്കാത്ത സ്വകാര്യ മേഖലാ കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നാണ് ആവശ്യം. ഇത് സംബന്ധിച്ച സർക്കുലർ ജനറൽ സെക്രട്ടേറിയറ്റ് ഓഫ് ടെൻഡർ ബോർഡ് നൽകി. സ്വദേശികൾക്ക് തൊഴിൽ നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലോസ് എല്ലാ ടെൻഡർ രേഖകളിലും ഉൾപ്പെടുത്തണം. ടെൻഡർ നൽകുന്നതിന് മുൻപ് ബിഡ്ഡിംഗ് കമ്പനികൾ ആവശ്യമായ സ്വദേശിവൽക്കരണ നിരക്കുകൾ പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ സ്ഥാപനങ്ങൾ പരിശോധിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.